ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, മൺമറഞ്ഞു പോയ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് വലിയ നോമ്പെന്ന മഹാതീർത്ഥാടനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആത്മദീപ്തി എന്ന പേരിൽ നോമ്പിൻ്റെ ഓരോ ദിനങ്ങളിലും അഭിവന്യ പിതാക്കന്മാരിലൂടെയും വന്യവൈദികരിലൂടെയും തിരുവചന സന്ദേശം നൽകുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഓരോ വലിയ നോമ്പും തിരിച്ചുവരവിൻ്റെ മഹോത്സവമാണ്. ലൗകികതയുടെ ഇമ്പങ്ങളെ വിടഞ്ഞ് ആത്മീയതയുടെ ഇമ്പങ്ങളെ ഹൃദയത്തിലേക്ക് ആവോളം ആവാഹിക്കുന്ന അവസ്ഥയാണ് നോമ്പ്. ദൈവവും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെടുവാൻ ദൈവമൊരുക്കിയ കൃപാവരമാണ് നോമ്പ്. സാത്താനെതിരെ ഒരു ദൈവഭക്തൻ ഹൃദയത്തിൽ വഹിക്കേണ്ടുന്ന പവിത്രമായ ആയുധമാണ് നോമ്പ്. നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ദൈവസ്നേഹത്തിലേക്കുള്ള തിരിച്ചുവരവ്. അനുതാപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും നാം ആയിരുന്ന തെറ്റിൻ്റെ വഴികളെ വിട്ട് തിരിച്ചറിവ് വന്ന മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോയതുപോലുള്ള ഒരു തിരികെ നടത്തത്തിൻ്റെ ദിവസങ്ങൾ നോമ്പ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആത്മദീപ്തി ആത്മാവിന് വെളിച്ചം നൽകലാണ്. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടാലേ വഴിതെറ്റാതെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ എത്തുവാൻ സാധിക്കൂ. ആ തിരിച്ചുവരവിൻ്റെ യാത്രയിൽ ആവശ്യമായ വഴിവെളിച്ചങ്ങൾ നൽകുവാനുള്ള ശ്രമങ്ങൾ ആത്മദീപ്തിയുടെ ഈ പരമ്പരയിലൂടെ നമുക്ക് ലഭ്യമാകട്ടെ. ക്രിസ്തുവാകുന്ന സത്യപ്രകാശത്തിൽ നിന്നും ആത്മാവിന് ആവശ്യമായ വെളിച്ചം നൽകപ്പെടുവാൻ നമസ്കാരങ്ങളോടും കുമ്പിടിയിലിനോടും കുംഭസാരങ്ങളോടും വിശുദ്ധ കുർബാനയോടും ഒപ്പം വചനവിചിന്തനവും പരിശുദ്ധ പിതാക്കന്മാരുടെ ഉപദേശങ്ങളും നമുക്ക് അത്യന്താപേക്ഷിതങ്ങളാണ്. അവ നമ്മുടെ പാതയ്ക്ക് വെളിച്ചവും ഊടുവഴികൾക്ക് വിളക്കുമാകട്ടെ. ആത്മദീപ്തി നമ്മുടെ നോമ്പുകളെ കൂടുതൽ പ്രകാശിതമാകട്ടെ. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രകാശിതരാകുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ നിഷ്ഠകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.